പണ്ട് കാലങ്ങളിലുള്ളവർ ചെയ്യുന്നത് പോലെ നമുക്ക് നല്ല ചെമ്പരത്തി താളി കല്ലിലൊരിച്ച് അതിൻ്റെ ചാറ് നീരൊക്കെ പിഴിഞ്ഞെടുത്ത് നമുക്ക് തലയിൽ തേച്ചാലോ? അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വയ്യാതെ കിടന്നതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ താളിയോ അങ്ങനെ ഹെയർ പാക്കോ ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്തായാലും ആ പനിയൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റായതിനു ശേഷം ഹെയർ കെയറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യമായിട്ട് ചെമ്പരത്തി ഇലയും പൂവും ഒക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പോവാം. പണ്ട് കാലങ്ങളിൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഇതേപോലെ ചെമ്പരത്തി ഇല മാത്രമാണ് യൂസ് ചെയ്തത്. എന്നാൽ ഇപ്പോഴാണ് ചെമ്പരത്തി പൂവൊക്കെ യൂസ് ചെയ്യാമെന്നുള്ള അറിവ് കിട്ടിയതിന് ശേഷമാണ് ഈ പൂവൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് എന്തായാലും അതെല്ലാം കൂടെ ഒന്ന് പറിച്ച് എടുക്കാം. എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മ പറയുകയാണെങ്കിൽ ഞാൻ കുട്ടിക്കാലത്ത് വെക്കേഷൻ സമയത്ത് എൻ്റെ അമ്മയുടെ നാട്ടിലോട്ട് പോകുമ്പോഴാണ് ഈ വക പരിപാടികളൊക്കെ ചെയ്യാറ്. അവിടെ ഞങ്ങൾ ആറ്റിലായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത്. അവിടെ പോകുമ്പോഴാണ് ഈ ആറ്റിലൊക്കെ കുളിക്കാൻ പറ്റുന്നത്. അപ്പം പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഇതേപോലെ ചെമ്പരത്തി ഇല പറിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യാറ്. അവിടെ ചെന്ന് ആറ്റിൻ്റെ കരയിലുള്ള അവരൊക്കെ തുണി നനയ്ക്കുന്ന ഏതെങ്കിലുമൊക്കെ പാറക്കല്ലുകളാണല്ലോ, ആ കല്ലിൽ ഉരച്ച് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ആറ്റിൽ മുങ്ങി കുളിച്ച് കഴുകിയെടുക്കുകയാണ് കൂടുതലായിട്ട് ഞാൻ ചെയ്യാറുള്ളത്. എൻ്റെ വീട്ടിൽ ചെമ്പരത്തിയോ പൂവോ ഇലയോ ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇതൊന്നും എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ചെയ്യാറില്ല. വെക്കേഷൻ സമയത്ത് മാത്രമാണ് ഈ ഹെയർ കെയറൊക്കെ ചെയ്യാറ്. അപ്പോൾ ഈ പറിച്ചെടുത്ത് വന്ന ചെമ്പരത്തി പൂവും ഇലയും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുത്ത് നമ്മൾ നന്നായിട്ട് തന്നെ അതിനെ പിഴിഞ്ഞ് അതിൻ്റെ ചാറ് നമ്മൾ പിഴിഞ്ഞെടുക്കണം. നല്ല എന്താ പറയുക, ഇങ്ങനെ ജെല്ലി പോലെ ആ ഒരു രീതിയിലാണ് നമ്മൾ അല്ലാതെ ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കുമ്പോഴോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ച് പിഴിഞ്ഞെടുക്കുമ്പോഴോ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾക്ക് ഈ ഒരു സാധനം കല്ലിലിട്ട് ഉരച്ച് പിഴിഞ്ഞ്, പണ്ടുള്ളവർ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അവർക്കന്ന് മിക്സി ഇല്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുക്കുന്ന ആ പരിപാടിയൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. അതിങ്ങനെയാണ് ഉരച്ച് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്താണ് തലയിൽ തേച്ചിരുന്നത്. പിന്നെ ഇതിൻ്റെ ആകെ ഉള്ളൊരു നെഗറ്റീവായിട്ടുള്ള വശം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പൊടിയൊക്കെ തലയിലാകും. ഇതിൻ്റെ ഇലയുടെ കഷ്ണങ്ങളെല്ലാം നമ്മുടെ തലയിലാവും. അത് നമുക്ക് ഒന്ന് കുളിച്ചിട്ട് തല ഒന്ന് കീഴ്പോട്ട് ഇങ്ങനെ മറിച്ചിടുമല്ലോ, മറിച്ചിട്ടൊന്ന് കുടഞ്ഞെടുക്കുമ്പോൾ ആ ഇലയുടെ പൊടിയെല്ലാം പോകും. കാരണം ഞാൻ ചെയ്യാറുണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം നന്നായിട്ട് പിഴിഞ്ഞ് ഉരച്ച് കുറച്ച് വെള്ളവും ചേർത്ത് ഉരച്ചാലേ ചാറ് നമുക്ക് നന്നായിട്ട് കിട്ടത്തുള്ളൂ. വെള്ളവും ചേർത്ത് ഉരച്ച് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ആ സമയത്ത് ആറ്റിലായതുകൊണ്ട് തന്നെ നമ്മൾ ആറ്റിലെ വെള്ളത്തിൽ ഒരു മുക്കി എടുക്കുമ്പോൾ തന്നെ സകലമാന അഴുക്കും അതിൻ്റെ കൂടെ പോവും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ കോരി കുളിച്ചുണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടോ ഈ പൊടികളോ കാര്യങ്ങളോ ഒന്നും തലയിൽ തങ്ങി നിൽക്കാറില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ പൂമ്പൊടിയൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് വേണമെങ്കിലും തലയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ആദ്യം ഞാൻ കുറച്ച് എണ്ണയാണ്, പാരച്യൂട്ട്, നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെയൊക്കെ മെയിനാണ് പാരച്യൂട്ട് ഓയിൽ. എല്ലാവരുടെ കമൻറ്റ് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് വയ്യാതായി പോയത് കൊണ്ടാണ് എനിക്ക് ഈ ചാലഞ്ച് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഉടനെ തന്നെ എനിക്ക് പറ്റുന്നത് പോലെ ഓരോരോ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഓയിൽ ഒന്ന് നന്നായിട്ട് തലയിലൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ താളി തലയിലോട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാവരുടെ കമൻറ്റും കാണുന്നുണ്ട്. അതിനുള്ള റിപ്ലൈ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പറ്റുന്നതേ ഞാൻ ചെയ്യുള്ളൂ, പറ്റാത്തത് ഞാൻ ചെയ്യത്തില്ല. എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കും അത് എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതെന്തായാലും അവിടെ നിൽക്കിയിട്ട് നമുക്ക് താളിയിലോട്ട് കിടക്കാം. അപ്പോൾ കുറച്ച് എണ്ണ നമ്മൾ ഇതേപോലെ ഒന്ന് തലയിലൊന്ന് തേച്ചതിന് ശേഷം നമ്മുടെ താളി ഇതാ കണ്ട ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. കയ്യിലെടുത്ത് ഇങ്ങനെ ബിൾബിളാന്നിരിക്കും. നമ്മൾ ഈ ഫ്ലാക്സ് സീഡ് ജെല്ലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു രീതിയിൽ ഇങ്ങനത്തെ റബ്ബർ പോലെ ഇങ്ങനെ വലിഞ്ഞ് വരുന്ന ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ താളി കിട്ടുന്നത്. മറ്റേ വെള്ളത്തിൽ തിളപ്പിച്ചതും അരിച്ച് പിഴിഞ്ഞതൊന്നും ഈ ഒരു രീതിയിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതുവരെ മിക്സിയിൽ ഇലയിട്ട് അടിച്ച് പിഴിഞ്ഞ് ആ ഒരു രീതിയിൽ തേച്ചിട്ടില്ല. വെള്ളത്തിൽ ഇട്ട് വെച്ച് ഇങ്ങനെ പിഴിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ തലയിൽ നല്ലതായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ചെറിയ പൊടിയും തരികളൊക്കെ നമ്മുടെ തലയിലുണ്ടാവും. ഒരു ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ട് അതിൽ തല മുക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇല്ലയെന്നുള്ളവർ കുളിച്ചതിന് ശേഷം തലയൊക്കെ തോർത്തതിന് ശേഷം തലമുടി ഫ്രണ്ടിലോട്ടിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞ് കൊടുത്താൽ നമ്മുടെ തലയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇലയുടെ അംശമൊക്കെ അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ പറ്റുന്നവർ അരമണിക്കൂർ വെച്ചിരിക്കുക. ഇല്ല
എന്നുള്ള ഒരു 15 മിനിറ്റ് ഒരു 5-10 മിനിറ്റെങ്കിലും മാക്സിമം വയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ബാക്കി സംഭവങ്ങൾ നമ്മുടെ മുടിയുടെ തുമ്പിലോട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്യാം. ഇതൊരു നാച്ചുറൽ ഷാമ്പു ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഷാമ്പുവോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട, നല്ല ഷാമ്പൂവിൻ്റെ എഫക്റ്റാണ് ഇതിനുള്ളത്. അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. എന്നാൽ പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.